കാസർഗോഡ് യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കോട്ടപ്പാറ സ്വദേശി രേഷ്മ. മംഗലാപുരത്ത് ഓൺലൈനിലൂടെ 77 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ 2 പേർ അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശികളായ വലിയപറമ്പത്ത് ഉമ്മർ, റിയാസ് MV എന്നിവരാണ് മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം മുനമ്പത്ത് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ആന്റണി വാലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ 54 സെന്റ് സ്ഥലം വാങ്ങുന്നതിൽ വൻ അഴിമതി ആരോപിച്ച് മന്ത്രി GR അനിലിനെ തടയാൻ ശ്രമിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്തെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ ഭരണസമിതിയിൽ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുത്തു. കണ്ണൂർ ചെണ്ടയാട് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ലത അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് MT വാസുദേവൻ നായർ അനുസ്മരണ സ്മൃതി സംഗമം നടത്തി. ചടങ്ങ് ഓൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കേന്ദ്ര ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം നെടുമങ്ങാട് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ മൊബൈൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. വിവിധതരം ഉപഗ്രഹങ്ങളെക്കുറിച്ച് അറിവ് പകരുന്നതായിരുന്നു എക്സിബിഷൻ. പ്രധാനാധ്യാപകൻ ജോഷി പോൾ, PTA പ്രസിഡന്റ് ജോസ് വാവേലി എന്നിവർ എക്സിബിഷന് നേതൃത്വം നൽകി.